രേണുസുതിക്ക് കേരളത്തിൽ കിട്ടിയ കണ്ടന്റ് എന്താ? ഭർത്താവ്, അതായത് ഒരു കലാകാരനായ ഒരു ഭർത്താവ് ഒരു അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട ഒരു കലാകാരൻ്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാപം, ഒരു എമ്പതി ആണോ നിങ്ങൾ ഈ എടുത്തിരുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, അവര് പറയുന്നത് ട്രെയിനിങ്, ഞാൻ ഒരു സ്ഥലത്തും ജോലി ചെയ്തെന്ന് ഞാൻ പറഞ്ഞ ട്രെയിനിങ്ങിന് പോയി യൂണിഫോം ഇട്ടുകൊണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയെങ്കിൽ ഞാൻ ചോദിച്ചു. കുറച്ച് മുന്നേ അഖിൽമാരാന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ രേണുസുതിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് രേണുസുതി എങ്ങനെയായിരുന്നു ഇത്രയും നാൾ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ കയറിയിട്ട് രേണുസുതിക്ക് സംഭവിച്ചതിനെ പറ്റിയിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് അഖിൽമാരാർ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന ചാനലിനകത്ത് നമ്മുടെ രേണുസുതിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഏവിയേഷൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ രേണുവിൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു രേണു പറഞ്ഞത് പച്ചക്കള്ളമാണ്, രേണു അവിടെ പഠിച്ചിട്ടേ ഇല്ല എന്ന്. രേണു ആ കുട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വന്നിരുന്ന് ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അഖിൽമാരാറിന്റെ ഇന്റർവ്യൂ ഒന്ന് കാണാം. ഈ പുറത്ത് കിടന്ന് കാണി രേണുസുതിയെ ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ അല്ല രേണുസുതി. അവരെങ്ങനെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മളെപ്പോഴും ഒരാളെ എടുക്കുമ്പം അയാളെ കൊണ്ട് എങ്ങനൊരു കണ്ടന്റ് ഉണ്ടാക്കാമെന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. വളരെ കറക്റ്റ് കാര്യമാണ്. രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും നാൾ എങ്ങനെയാണ് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി, അതാണ് പുള്ളിക്കാരത്തിയുടെ കണ്ടന്റ്. അല്ലാതെ സ്വന്തമായിട്ട് വേറെ പ്രത്യേകിച്ച് കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടി. അതായത് കുറച്ച് ഫേക്ക് കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുക, അങ്ങനെയൊക്കെ കുറേ പരിപാടികളൊക്കെ നടത്തിയതിന്റെ പേരിലാണ് പുള്ളിക്കാരത്തി അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായത്. രേണുസുതിക്ക് കേരളത്തിൽ കിട്ടിയ കണ്ടന്റ് എന്താ? ഭർത്താവ്, അതായത് ഒരു കലാകാരനായ ഒരു ഭർത്താവ് ഒരു അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട ഒരു കലാകാരൻ്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാപം, ഒരു എമ്പതി. ആ ഒരു എമ്പതിയിൽ ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ജീവിതം ഒരു സമയം വരെ മറ്റു പലരുടെയും ഒക്കെ ഹെൽപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിയതിനു ശേഷം ഇനി ജീവിതത്തിൽ എങ്ങനെ തനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവരുടെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ചില വർക്കുകളുമായിട്ട് ചില ഇൻ്റർവ്യൂസുമായിട്ട് വരുന്നു. വളരെ സത്യമാണ്. കാര്യം സഹതാപം എന്ന് പറയുന്നൊരു സാധനമാണ് രേണുസുതിക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നത്. രേണുസുതിയുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് പേര് പൈസയും കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരുടെ വിഷമത്തിലും സങ്കടത്തിലും ഒപ്പം ചേർന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പം അവർക്ക് ഈ ഒരു സങ്കടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ. ഇപ്പോൾ അവർക്ക് ഈ ദാനം കൊടുത്ത ആൾക്കാരെ വരെ തെറി വിളിക്കുന്ന മെൻറ്റാലിറ്റിയിലാണ് ഇപ്പോൾ അവർ നടന്നു പോകുന്നത്. പക്ഷേ ആ ഒരു സാധനമാണ് രേണുവിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ടായത്. അതുകൊണ്ടായിരുന്നു ഒരു സമയത്ത് ഇവർക്ക് ഇത്രയും സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചിലവാക്കിയുടെ കേൾക്കാം. ഈ ഇൻ്റർവ്യൂസിൽ അവർ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം, കൊല്ലം സുധിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ് എന്ന ഒരു മനോഭാവത്തിൽ ഇവളെന്തോ വലിയ സിനിമാ നടിയായോ, ഇവളങ്ങ് വല്ലതായോ എന്ന് പറയുന്ന ജനത്തിൻ്റെ ഈ മനോഭാവം, ജനത്തിന് ഇവരോട് തോന്നിയൊരു വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് മാറുന്നു. ഓക്കെ, ആ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ യോജിപ്പില്ല. എന്ന് തൊട്ടാണ് ആൾക്കാരെല്ലാവരും തിരിഞ്ഞു തുടങ്ങിയത്. രേണുവിൻ്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിച്ച സമയം തൊട്ടാണ് ആൾക്കാർ മൊത്തം നെഗറ്റീവ് പറയാനായിട്ട് തുടങ്ങിയത്. അല്ലാതെ ഇവിടെ ആര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്? വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ രേണുസുതിയും ദാസേട്ടൻ കോഴിക്കോടും തമ്മിൽ ഒരു റീൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു റീൽ എടുത്ത് വെച്ച് സപ്പോർട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്കപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് വെച്ച് സപ്പോർട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇവിടെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞിട്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും അവർക്ക് വീട്ടിൽ ഇരിക്കണമെന്ന് നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ ക്യാരക്ടറിൽ ചേഞ്ച് വന്ന സമയം തൊട്ടാണ് ആൾക്കാർ ഇവരെ വിമർശിക്കാൻ തുടങ്ങിയത്. ആ നെഗറ്റീവ് ഇവർക്കൊരു റീച്ചായിട്ട് മാറുന്നു. ആ റീച്ചിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുന്നു. ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇവരെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചു. സമൂഹം മുഴുവൻ ഇവരെ പരിഹസിക്കുമ്പോഴും ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവരിതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. ഇവർ നെഗറ്റീവ് റീച്ചാണ് ഉണ്ടാക്കിയത്. അത് ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാര്യം രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയാണ് പോസിറ്റീവ് റീച്ച് ഉണ്ടാക്കിയത്? കാര്യം നെഗറ്റിവിറ്റി ആയിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം തന്നെ അവർക്ക് എന്തുമാത്രം നെഗറ്റീവായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ആ ഒരു വിഷയത്തിൽ എടുത്തു വെച്ച് അവരെ വിമർശിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളാണ്. ഇവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാരെല്ലാവരും സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. ഇവർ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നു, അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അതായത് എന്ത് ചെയ്തിട്ടും എനിക്ക് റീച്ച് വേണം എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി ആയി മാറിയിട്ടുണ്ടായിരുന്നു അവർ. അതിൻ്റെ പേരിലായിരുന്നു നമ്മളെല്ലാവരും എടുത്തു വെച്ച് വിമർശിക്കാൻ തുടങ്ങിയത്. ആ റീച്ച് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നപ്പോൾ അവർക്ക് ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങിയപ്പോൾ അവർ അപ്പോഴത്തേക്ക് ഇവർ മേക്കപ്പ് ഇടുന്നു തുടങ്ങി. ഇവർക്കിടെ നീ ആരാ സുന്ദരിയാവാൻ ഇവിടെ? ഇപ്പം ജനത്തിനതൊന്നും ഇഷ്ടമല്ല. സുന്ദരിയാണെങ്കിൽ ഇപ്പം സെറീന ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും. രേണുസുതി ചെയ്താൽ അക്സെപ്റ്റ് ചെയ്തില്ല.
ചില മുൻവിധികൾ സംഭവങ്ങളാണ്. അതിപ്പോൾ ആരുടെയും കുഴപ്പമല്ല. അത് ഭയങ്കര വണ്ണമുള്ള ഒരാൾ മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി നിന്ന് നമുക്ക് എന്തോ തോന്നുന്നു എന്ന് പറയാൻ നമുക്ക് ഇതിനകത്തൊക്കെ വ്യത്യസ്തതകളുണ്ട്. എല്ലാത്തിനകത്തും അതിൻ്റെതായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു റീഡിംഗ് ഉണ്ട്. പക്ഷേ ഇവരെ അതിൻ്റെ പേരിൽ പരിഹാസം, അപ്പോൾ അതായത് സമൂഹം ഇവരെ പരിഹസിച്ചതും അതിലൂടെ കിട്ടിയ കണ്ടന്റും അതിലൂടെ കിട്ടിയ നെഗറ്റീവുമാണ് രേണു സുധി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ പലർക്കും സുപരിചിതയാക്കി മാറ്റിയത്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പുള്ളിക്കാരത്തി ഒരു റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത്, അതായത് സുധി മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും പുള്ളിക്കാരത്തി റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ആ റീൽസിൻ്റെയൊക്കെ താഴെ വന്ന് ഭയങ്കരമായിട്ട് ചീത്തവിളിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. രേണു സുധി ഭയങ്കരമായിട്ട് പബ്ലിക് ഓഡിയൻസിലോട്ടൊക്കെ ഇറങ്ങി ഓരോ പരിപാടികൾ, ഈ ഷോർട്ട് ഫിലിംസും ഇങ്ങനെയൊക്കെയുള്ള റീൽസൊക്കെ ചെയ്ത് തുടങ്ങിയ സമയം തൊട്ടാണ് രേണു കുറച്ച് ഫേമസ് ആവാൻ തുടങ്ങിയത്, അല്ലേ? അതൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം പുള്ളിക്കാരത്തിയും അതുപോലൊക്കെയുള്ള കോപ്രായങ്ങളായിരുന്നു കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. പണ്ട് പുള്ളിക്കാരത്തി ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന റീലിനകത്ത് താഴെ ചീത്ത വിളിക്കുന്നവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അത് പുള്ളിക്കാരത്തിയുടെ ഇഷ്ടമല്ലേ, അവർക്ക് ജീവിക്കണ്ടേ എന്ന തരത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നെ ഇവർ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ അടുത്ത് ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനെ പറ്റിയിട്ട്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് എങ്ങനെ ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യും? ഒരു മനുഷ്യരും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവർ ചെയ്തിട്ടില്ല. ഈ അടുത്ത് പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പോലും, പള്ളിയിലച്ഛൻ്റെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ പോലും ഇവരെന്താ ശരിക്കും ചെയ്തിരിക്കുന്നത്? അവർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർ വന്നിരുന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മളൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഒരിക്കലും പറ്റത്തില്ല. അല്ലാതെ രേണു സുധി സ്വയം സൃഷ്ടിച്ച കണ്ടന്റ് എത്താം. ഇപ്പോഴും ബിഗ് ബോസിൽ അവർക്ക് നല്ല റീച്ച് കിട്ടും. ഒരു ഫാഷൻ ഷോ മത്സരം നടക്കട്ടെ, ആ ഫാഷൻ ഷോ മത്സരത്തിൽ ആദിലയും നൂറയും ബാക്കിയുള്ള ഓരോരുത്തരും വേഷം കെട്ടി വരുമ്പോൾ രേണു സുധി വേഷം കെട്ടി വരുന്ന ആ ഒരൊറ്റ റീൽ മതി കേരളത്തിൽ രേണു സുധി ബിഗ് ബോസിലുണ്ടെന്നറിയാം. കാരണം ഇവർ എത്ര വേഷം കെട്ടി വന്നാലും ജനം ഇത് അംഗീകരിക്കത്തില്ല. കാര്യം ജനത്തിനൊരു ധാരണയുണ്ട്, നീ എന്തിനാ ഇത് ചെയ്യേണ്ട കാര്യം, നീ ഇത് ചെയ്യാൻ ഇവിടെ നീ ആരുമല്ല, നീ വലിയ നടിയല്ല, നീ വലിയ സെലിബ്രിറ്റി അല്ല, നീ എന്തിനാ സെലിബ്രിറ്റിയാണ്, നിനക്ക് വേണമെങ്കിൽ വിധവ കളിച്ച് വീട്ടിൽ കുത്തിയിരുന്നാൽ പോലെ, ഇവരവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവണം എന്നാണ് ഇവർ പറയുന്നത്. ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. എല്ലാത്തിനോടെ ഒരു പുച്ഛഭാവം, അതൊക്കെ കൊണ്ടാണ് രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ തിരിഞ്ഞു തുടങ്ങിയത്. രേണുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും രീതിയൊക്കെ മാറി തുടങ്ങിയ സമയം തൊട്ടാണ് ആൾക്കാർ പുള്ളിക്കാരത്തി വെറുക്കാൻ തുടങ്ങിയത്. അതിൻ്റെ പേരിലാണ് പല ആൾക്കാരും വന്നിരുന്ന് കുറ്റം പറയണം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് രേണു സുധിക്ക് കിട്ടിയ കണ്ടന്റ്. ആ കണ്ടന്റിന് അപ്പുറത്തേക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ രേണു സുധിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് അവരെന്ന് പറയുന്ന സാധാ സ്ത്രീ, ഒരു സാധാരണക്കാരി, അവർ ഹൗസിനകത്ത് ഒറ്റപ്പെട്ടു പോയി. അവർ സത്യം പറഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കൊല്ലം സുധിക്ക് അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരതാണ് അവർക്ക് ആകെയുള്ള കണ്ടന്റ് അതാണ് എനിക്ക് ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കയറി ഉടനെ സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നത് അതുകൊണ്ടാവാം. വളരെ സത്യമാണ്. സുധി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അല്ലാതെ പുള്ളിക്കാരത്തിക്ക് വേറെ ഒന്നുമില്ല. കാര്യം അത് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ചെയ്തിട്ട് എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പോലും രേണുവിനെ സംബന്ധിച്ച് അറിയത്തില്ല. രേണുവിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു ബിഗ് ബോസ് ടീം രേണുവിനെ ഏഷ്യാനെറ്റിലോട്ട് രേണുവിന് ഇൻവിറ്റേഷൻ കിട്ടുന്നതും അവർ കൊണ്ടുപോകുന്നതൊക്കെ. എന്തായാലും അവസാനം പുള്ളിക്കാരത്തിയായിട്ട് തന്നെ ഇറങ്ങിപ്പോരുന്നു. ഇനി എന്തായാലും തീർന്നിട്ടില്ല. രേണുവിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് മെയിൻ സ്ട്രീം മണ്ണിനകത്ത്. പുള്ളിക്കാരത്തി ഏവിയേഷൻ കോഴ്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ രേണു സുധി കത്തിക്കും. കാര്യം എന്തായാലും ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരത്തിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പുറത്ത് രേണു കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ്, ചേച്ചി ഏവിയേഷൻ പഠിച്ചിട്ടില്ല. ചേച്ചി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും കൂടി പോയതായിരിക്കും. കൂടെ പഠിച്ചൊരു ആര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഇട്ടേക്കുന്നെന്ന് തോന്നുന്നു, എന്നെ പറ്റിയ പരാമർശം. ഇവരൊക്കെ വ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല, നിങ്ങൾ എന്റെ കൂടെ പഠിച്ച ഉള്ള ആളാണെങ്കിൽ ആര്യ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. 2 ആര്യന്മാര് കൂടെ പഠിച്ചതാണ്. ഒരാര്യ എന്റെ കസിൻ അനിയത്തിയാണ്. അവൾ ഇന്നീ നിമിഷം വരെ എന്നെ സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ. അവൾ ഇനി തല പോയാലും രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നേ അവള് പറഞ്ഞിട്ടുള്ളൂ. അവൾ എന്റെ ശരിക്കും ഇവിടെ രേണു പറഞ്ഞു വരുന്നത് ഏവിയേഷൻ പഠിച്ചിട്ടില്ല എന്ന് ഇവിടെ ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല. ഇവിടെ രേണുവിൻ്റെ കൂടെ പഠിച്ച ആ ഒരു വ്യക്തി വന്നിട്ട് എന്താണ് പറഞ്ഞത്, രേണു പഠിച്ചു എന്നൊക്കെ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ രേണു പറയുന്നുണ്ട് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. അവരുടെ ബാച്ചിലുള്ള ഒരു മനുഷ്യരും എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് ആ ഒരു പെൺകുട്ടി വന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ രേണു ഇവിടെ വന്നിരുന്ന് പറയണത് എന്താണ്? രേണു പറയണത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. ഇവരുടെ ഒരു ക്ലിപ്പിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്ത് അവർ പറയണത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കണം. എന്തായാലും ഈ ഇൻ്റർവ്യൂവിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. പിന്നെ ഈ പറയുന്ന ആര്യ എന്ന് പറയുന്ന വ്യക്തി വ്യൂസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ എടുത്തിരുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, അവർ പറയുന്നത് ഞാൻ ഒരു സ്ഥലത്തും ജോലി ചെയ്തെന്ന് ഞാൻ പറഞ്ഞ ട്രെയിനിങ്ങിന് പോയി യൂണിഫോം ഇട്ടുകൊണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചു, ഫ്ലൈവിങ്സ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ ഫ്ലൈവിങ്സ്, പത്തനംതിട്ടയിലെ ഫ്ലൈവിങ്സ് ഉണ്ട്, ആർക്ക് വേണം അന്വേഷിച്ചോളൂ. സാറിന്റെ പേര് ഞാൻ മറന്നു. ഇതേമേ സാറിന്റെ പേരെന്ന്. രേണു ഒരിക്കലും ട്രെയിനിങ് എന്നുള്ള രീതിയിലല്ലായിരുന്നു പറഞ്ഞത്. ലക്ഷ്മി നക്ഷത്രയുടെ അടുത്ത് പറഞ്ഞത്
ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ഇപ്പം പറയണത് ഞാൻ ട്രെയിനിങ്ങിന് പോയി എന്ന തരത്തിലാണ് പറയണത്. ട്രെയിനിങ്ങും ജോലിയും തമ്മിൽ രണ്ടും രണ്ടല്ലേ? എന്താണ് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരത്തി ഇവിടെ ഉദ്ദേശിക്കുന്നത്? വീണ്ടും പഴയതുപോലെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുവാണ്, ഇത്രയേ ഉള്ളൂ. സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മൾ എയർ ഇന്ത്യയിൽ എന്തിനാ കയറുന്നതെന്ന് ചോദിച്ചു. ഒരു ബാംഗ്ലൂർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പഠനത്തിനായിട്ട് പോകും. രേണു, ഇത് നമ്മൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് ഏവിയേഷൻ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗം. അങ്ങനെ ഞാൻ പറഞ്ഞത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറി, യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഫ്ലൈറ്റിൽ കയറിയത്. ചുമ്മാ വിനോദയാത്രയ്ക്ക് പോകണേ ഏത് ഡ്രസ്സ് വേണം ഇടാമല്ലോ, ഇത് യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഫ്ലൈറ്റ് യാത്ര. ആ കുട്ടി പോലും, ഈ ആര്യ എന്ന് പറയുന്ന വ്യക്തി പോലും, അതായത് ഞാൻ അവിടെ ജോലി ചെയ്ത് പച്ചക്കള്ളം എന്നൊക്കെ പറഞ്ഞ ഇവര് പോലും യൂണിഫോം ഇട്ടുകൊണ്ടാണ് കയറുന്നത്. അത് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. പൈലറ്റ് നമുക്ക് ട്രെയിനിങ് തന്നെ, ഞാൻ ട്രെയിനിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, എങ്ങും ജോലി ചെയ്തെന്നൊന്നും രേണുസുതി പറഞ്ഞിട്ടില്ല. ചേച്ചി അത് പഠിച്ചു. ഓക്കെ, ട്രെയിനിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, എവിടെ ജോലി ചെയ്തു എന്ന് രേണുസുതി പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയണത്. ഓക്കെ, ഇനി ആര്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ്. ഞങ്ങളെല്ലാവരും പാസ് ഔട്ട് ആയതിനു ശേഷം പുള്ളിക്കാരി അത് വീഡിയോക്കകത്ത്, നിങ്ങൾ വീഡിയോ കണ്ടല്ലേ, വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറേ ഷോപ്പുകളുണ്ട്, അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നാണ് പറഞ്ഞത്. ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കേട്ടല്ലോ, കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയെ പറയണത്. ഇതിനകത്ത് ഒരിക്കലും അവർ ഈ വീഡിയോയ്ക്കകത്ത് അവരെവിടെയും രേണുവിനെ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. രേണു പറഞ്ഞേക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കള്ളത്തരമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തതെന്ന് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഇവരുടെ വേറെ കുറേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെച്ച് ചെക്ക് ചെയ്യാം. ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടുള്ളത്. കാര്യം അതാണ് പറഞ്ഞത്, രേണു പലപ്പോഴും പല കാര്യങ്ങളും പറയണത് പുള്ളിക്കാരത്തിക്ക് തന്നെ ബോധമില്ല. അതായത് ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. കാര്യം ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നേരെ ചെന്നിട്ട് അത് മാറ്റി പറയും. ഇതിനൊക്കെ നമ്മൾ എന്തുകൂടെ പറയേണ്ടത്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഇവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ സത്യം പറഞ്ഞ പേര് ഓർക്കുന്നില്ല കേട്ടോ. ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാർ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു, ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു, അങ്ങനെ പിന്നെ ചിലവർ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിയിരിക്കുന്നത്. ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല. പിന്നെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലരും പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം നുണ പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു കൂടെ പഠിച്ച ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോ. ഇനിയാണ് ഞാൻ നിങ്ങളെ ശരിക്കുള്ള ആ ഒരു ക്ലിപ്പ് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് രേണുസുതിയുടെ വായും കൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ പോയപ്പോഴത്തേക്ക്, അതായത് കൊല്ലം സുതിയായിട്ട് സ്റ്റാർ മാജിക്കിൽ പോയപ്പോഴത്തേക്ക് രേണുവിൻ്റെ വായും കൊണ്ട് തന്നെ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. എന്താ ചെയ്തിരുന്നേ? ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആ പിന്നെ പറ, അല്ലെങ്കിൽ ഇവര് കളിയാക്കുക. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇതിൽ രേണുവിൻ്റെ വായും കൊണ്ട് തന്നെ പറയുന്നുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, പിന്നെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു എന്ന്. ഇതിനകത്ത് എവിടെയും ഞാൻ ട്രെയിനി ആയിട്ട് പോയെന്ന് എങ്ങും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ രേണു തന്നെയാണ് ഇതൊക്കെ എല്ലാ നാട്ടുകാരുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാരത്തി തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ലേ എന്താണ് എന്ന്. എന്തായാലും രേണുസുതി ഇനി കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കത്തി തന്നെ നിൽക്കും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.